വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നുവന്ന കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നും LDF കൺവീനർ TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ മുസ്ലിം ലീഗിന്റെ വനിതാ MLA-യാണ് ഫാത്തിമ തഹ്ലിയ. ജനപ്രതിനിധിയായ ശേഷവും മുൻപും നിരവധി വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിട്ടുണ്ട് ഈ വനിതാ MLA ആയതിനു ശേഷം നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിലാണ് ഫാത്തിമ ആദ്യം പെടുന്നത്. മെയ് മാസം തന്റെ മണ്ഡലമായ പേരാമ്പ്രയിലെ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. നിലവിളക്ക് കൊളുത്തുന്നത് അനിസ്ലാമിക ആചാരമാണെന്നും മുസ്ലിം വിശ്വാസികൾ ഇത്തരം ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കാണിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രംഗത്തെത്തിയിരുന്നു. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. താരപരിവേഷമുള്ള MLA ആയതുകൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിയ എവിടെ പോയാലും പിന്നാലെ ക്യാമറ കണ്ണുകളുമുണ്ട്. ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതെ മാധ്യമപ്രവർത്തകരാണെന്ന വ്യാജേന നടക്കുന്ന ഇത്തരം ആളുകളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ് പേരാമ്പ്ര MLA. തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ പാപ്പരാസി വീഡിയോ പ്രവർത്തകർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് ഫാത്തിമ. എന്നെ ലക്ഷ്യമാക്കി എന്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോട് ചിലത് പറയാമെന്ന ആമുഖത്തോടെ അവർ പങ്കുവച്ച വിഷയങ്ങൾ ഇങ്ങനെയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായ ഫോട്ടോയും വീഡിയോയും ചിത്രീകരണത്തിനുമായി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചിലർ പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും വളച്ചൊടിച്ച് ദൃശ്യങ്ങളാക്കി പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫാത്തിമ. സാധാരണ ജീവിതത്തിലെ ലളിതമായ നിമിഷങ്ങളെപ്പോലും വിചിത്രവും ഉദ്ദേശബോധമുള്ളതുമായ ക്യാപ്ഷനുകൾ നൽകി സെൻസേഷണലൈസ് ചെയ്യുകയും അനാവശ്യ പ്രതികരണങ്ങളും നെഗറ്റിവിറ്റിയും സൃഷ്ടിക്കുകയും അതിനെ മോണിറ്റൈസ് ചെയ്ത് ലാഭമാക്കുകയും ചെയ്യുന്ന പ്രവണത അതീവ അപലപനീയമാണ്. ഇത്തരം ചാനലുകൾ PR പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫാത്തിമ. പൊതുവിടങ്ങളിലാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. യാതൊരു കോഡ് ഓഫ് കോണ്ടക്റ്റും പാലിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി എത്തി ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, ഒപ്പമുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമവും കൂടിയാണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് വനിതാ MLA. മനുഷ്യന്റെ സ്വകാര്യത ലംഘിക്കുകയും ഉദ്ദേശപൂർവ്വം അപമാനിക്കാനും പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. ഇത്തരത്തിലുള്ള പാപ്പരാസി രീതികൾ തുടർന്നാൽ അത് വ്യക്തമായ സ്റ്റോക്കിങ്ങും പ്രൈവസി വയലേഷനുമായി കണക്കാക്കി ആവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ഫാത്തിമ തഹ്ലിയ. നിലവിളക്കുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ സമൂഹമാധ്യമങ്ങളുടെ ആഘോഷിച്ചതും ഇതേ പാപ്പരാസികളാണ്. സുന്ദരി MLA നിലവിളക്ക് കൊളുത്തിയെന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഇത്തരം ദൃശ്യങ്ങൾ ചില ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചു പോകുന്നത്. ഈ സൈബർ പാപ്പരാസി സംസ്കാരത്തിനെതിരെ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ശക്തമായ നയരൂപീകരണ ചർച്ചകൾ കൊണ്ടുവരുമെന്നും ഫാത്തിമ അറിയിക്കുന്നുണ്ട്. പിന്നാലെ ബെല്ലും ബ്രേക്കുമില്ലാതെ ക്യാമറകളുമായി നടക്കുന്നവരെ നിയമസഭയിൽ പൂട്ടുമെന്നാണ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. നേരത്തെ ഇത്തരം പ്രവണതകൾക്കെതിരെ ആഞ്ഞടിച്ച് VD സതീശന്റെ പിന്തുണയും വിഷയത്തിൽ ഉറപ്പിക്കുന്നുണ്ട് ഫാത്തിമ തഹ്ലിയ.